ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സ്മിത ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിനായി PTA സെക്രട്ടറി ഡോക്ടർ സുരേഷ് കുമാർ സാറുണ്ട്. സാറെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാഫ് അഡ്വൈസർ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ലക്ഷ്മി ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചറെ സ്നേഹപൂർവ്വം ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാഫ് അഡ്വൈസർ ഷീബ ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചറെയും ഞാൻ സ്നേഹം. ടീച്ചറാകാൻ പോകുന്നവരാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ജീവനുള്ള വസ്തുക്കളാണ്. ഇപ്പൊ ഒരു ക്ലർക്കോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നവർ ഒരു ദിവസം ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. എന്നാൽ നമ്മളുടെ ക്ലാസ്സിൽ നമ്മുടെ മുന്നിലിരിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. അവരെ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും. അധ്യാപക ദിനാശംസകൾ. ഒപ്പം ടീച്ചേഴ്സ് ആവാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. ഈ ഒരു അധ്യാപക ദിനം നിങ്ങൾക്ക് ഒരു ഓർമ്മയിൽ ഇരിക്കുന്ന ഒരു അധ്യാപക ദിനമാകട്ടെ എന്നും കൂടി. ഒരു ടീച്ചർ, നേരത്തെ പറഞ്ഞു, ടീച്ചർ ഒരു പാഠപുസ്തകമാണ്. എന്താണ് ഒരു ടീച്ചർ? നമ്മുടെ ഈ സമൂഹത്തിൽ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എന്താണ്? ടീച്ചേഴ്സാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ കുട്ടി മുതൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ചെറിയ ഒരു കുട്ടി മുതൽ വലിയ ആളുകൾ വരെ, ഇത്രയും വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ വരെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഹിഡൻ കെൽപ്പൽ എന്നൊക്കെ പറഞ്ഞ് പോകും. ഈ ലോകത്തിൽ സകല ചരാചരങ്ങളും നമ്മളുടെ ഗുരുനാഥന്മാരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു പാഠം നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സത്യം. ഈ അനുഭവങ്ങളിലേക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഉത്തരവാദിത്വം. നമ്മളങ്ങനെ വെറുതെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി. ആ നിരീക്ഷണത്തിൽ നമ്മളുടെ ഒരു സമർപ്പണം കൂടെ വേണം. നമ്മളെ സ്വയം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ, ഇപ്പോഴത്തെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കാതെ സ്വയം സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഓരോ അനുഭവങ്ങളിലേക്ക് നമ്മളുടെ കണ്ണിനെയും കാതിനെയും നമ്മൾ തുറന്നു വയ്ക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന പാഠങ്ങൾ തന്നെയാണ് നമ്മളുടെ ജീവിത വിജയത്തിന് ഏറ്റവും അധികം മുതൽക്കൂട്ടാണ്. അധ്യാപകരെ ഓരോ ദിനത്തിനും ഓരോ ഗോൾസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മൾക്ക് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഓരോ വർഷവും ഓരോ ദിനത്തിനും തീമും മോട്ടോയും ഉണ്ട്. അതിലെ ഇന്നത്തെ നമ്മളുടെ 2024 തീം ഇവിടെ മാത്തമാറ്റിക്സ് ഓപ്ഷൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എംപവറിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. മനസ്സിലാക്കേണ്ട സുസ്ഥിരമായിട്ടുള്ള ഭാവി, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അധ്യാപക വിദ്യാർത്ഥികളായ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? IQ എല്ലാവർക്കും ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വിരൽത്തുമ്പിൽ പോലും നമ്മൾക്ക് അറിവും വിജ്ഞാനവും കിട്ടും. ഇല്ലാത്തത് EQ ആണ്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ EQ ആണ്. നമ്മൾക്ക് മാസിക ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഡോക്ടർ സ്മിത മാമിനെ ക്ഷണിക്കുന്നു. രൂപേണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിലും ആ പുസ്തകമുണ്ട്. ആ അധ്യാപിക അമ്മ എന്ന പുസ്തകം പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും എടുത്ത് വായിക്കണം. നിങ്ങളുടെ കോഴ്സിന് എടുക്കാൻ രചനകൾ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും സ്കൂളുകളുടെ ബന്ധനവും ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे तस्मै श्री गुरवे
गुरुर्ब्रह्मा